ശേഷം അതേ ഫീല് പോലെ ഷാഹിദ് എംപിയിലെ മറ്റൊരു ടൂറാണ്. നല്ല മേക്കിംഗ് ആണ്, നല്ല പെർഫോമൻസ് ആണ്. ദിനേഷും റോഷനും നല്ല മ്യൂസിക്കാണ്, ക്യാമറ എല്ലാം ഉണ്ട്. 100% ഡിഫറൻ്റായിട്ട് പടം തീർത്തിരിക്കുന്നത്. അവസാനത്തെ ഒരു സീനൊക്കെ വേറൊക്കെ പുള്ളിയുടെ ഒരു ശൈലി തന്നെ, ഷാഹിദ് കപൂറിൻ്റെ ഒരു ശൈലി തന്നെയാണ് പടം, കബീറിൻ്റെ ഒരു ശൈലി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ സീൻ തകർത്തു. വിഴപ്പൂഞ്ചറ പോലെ തന്നെ നമുക്കൊരു അസ്വസ്ഥത, ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന ഒരു സീനാണ് അവസാനം. കിട്ടില്ല പടം കേട്ടോ, നല്ല പടം. എല്ലാവരും രണ്ടുപേരാണ് മെയിൻ ചെയ്യുന്നത്. റോഷനും ദിലീഷ് പോത്തനുമാണ് മെയിൻ റോള്. അവരാണ് ആദ്യം മുതൽ അവസാനം വരെ പടം അന്യായം വരെ. അതാ പോലീസ് സ്റ്റോറിയാണ് റോള് ചെയ്തിരിക്കുന്നത്. പോലീസിൻ്റെ നമ്മളറിയാത്ത കുറേ കഥകൾ ഉള്ള കഥകളാണ് കാണിക്കുന്നത്. നല്ലപോലെ പടം തീർത്തും. ഇവിടെ അവസാനത്തെ ക്ലൈമാക്സ് അടിപൊളി. ആ പടം കൊണ്ടുപോയ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ കാണാമോ? ഷാഹിദ് 5ാമത്തെ പടം ഗംഭീരമായിരിക്കുന്നു. എന്തായാലും വല്ലാത്തൊരു മൂന്നിലാണ് ആ പണം കൊണ്ടുവന്നത്. ഓരോ നിമിഷങ്ങളും ഇമോഷണലാണ്, കക്ഷികളാണ്, ഹാർഡായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം അത് ഗംഭീരമാണ് ആ പടം. എല്ലാവരും പോയി കാണണം. എന്നാലും നിങ്ങൾ പറഞ്ഞ മനസ്സിലാക്കണം. ഗംഭീരമാണ്. സിനിമയാണ്. പോലീസ് ഫേസ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ഇവൻസാണ്. പോലീസിനെ ഇതുപോലെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയ്ക്ക് റൈറ്റർ ഡയറക്ടർ ലോകത്തുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഒരു സിനിമയാണ്. നമുക്ക് കേരള പോലീസിനോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നും സിനിമയാണ്. ഷാഹിദ് കപൂറിന്റെ പടങ്ങളൊക്കെ അറിയാലോ ഏകദേശം. ഷാഹിദ് കപൂറിന്റെ പോലീസ് സ്റ്റോറീസ് അറിയാലോ, അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന. ഷാഹിദ് കപൂറിന്റെ ലാസ്റ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്, ഇലവിഴാപ്പൂഞ്ചിറ. അപ്പോൾ എനിക്ക് ഷാഹിദ് കപൂർ എനിക്ക് അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ട് മലയാളത്തിൽ. വൺ ഓഫ് ദ ബെസ്റ്റ് ലൈഫ് പോലീസ് സ്റ്റോറീസ് പറയാൻ പറ്റും. തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. പോലീസുകാരുടെ ഒരു ഇമോഷൻസാണ് പടം പറഞ്ഞു പോകുന്നത്. നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പോലീസുകാരുടെ റിയൽ ലൈഫ്, അവരുടെ ജീവിതങ്ങൾ, അവരുടെ ഇമോഷൻസ് നമ്മൾ ഒരിക്കലും സ്ക്രീനിൽ അങ്ങനെ കാണാൻ പറ്റില്ല. വളരെ റിയൽ മൂവീസുണ്ട്. റിയൽ ലൈഫായിട്ട് തന്നെയാണ് കാണിച്ചേക്കുന്നത്. നമ്മൾ പല കേസുകളിലും പോലീസുകാരെ എപ്പോഴും കുറ്റം പറയുമെങ്കിലും അവർക്ക് ഇമോഷൻസ് ഉണ്ട്, അവർക്ക് ലൈഫിലൂടെ കുടുംബമുള്ളത് പടം കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. അത് കറക്റ്റായിട്ട് ദിലീഷ് മോഹനും റോഷനും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പടത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ളത്. ഷാഹിദ് കപൂറിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി തന്നെ പറയാം. ഇലവിഴാപ്പൂഞ്ചിറയ്ക്ക് ശേഷം പുള്ളി ചെയ്തിരിക്കുന്ന എനിക്ക് ഡയറക്റ്റ് ചെയ്ത പടമാണ്. അങ്ങനെ നോക്കുമ്പോൾ തിയേറ്റർ വാച്ചുകളാണ് ഫാമിലിക്ക് മസ്റ്റായിട്ടാണ്. ത്രില്ലർ പടങ്ങൾ ഇഷ്ടമുള്ളവർക്ക് തിയേറ്റർ തന്നെ വന്ന് കാണാൻ പറ്റുള്ളൂ തന്നെയാണ്. ഭയങ്കര റിയലിസ്റ്റിക് ഒരു പോലീസുകാരുടെ അവസ്ഥ കാണിക്കുന്ന ഒരു പടം. ഒരു നൈറ്റ് പെട്രോളിങ് കഥയാണ്. ഒരു രാത്രി നടക്കുന്ന പോലീസ് രാവിലെ ഒരു ക്ലൈമാക്സ് ഭയങ്കര ഡിസ്റ്റർബിംഗ് ക്ലൈമാക്സ് ആണ്. ആക്ടിങ് വൈസ് രണ്ടും അടിപൊളിയായിരുന്നു. ബട്ട് ദിനേഷ് പോത്തൻ ഫാന്റാസ്റ്റിക് അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഭയങ്കര സ്ലോ പേസ് ആയിട്ടുള്ള പക്ഷെ എന്നാൽ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു മൂവി. ഭയങ്കര റിയലിസ്റ്റിക് സൂപ്പറായിരുന്നു. ഒന്നാമത് ഈ സിനിമ കാണുന്ന കൂടുതൽ പേരും ഈ ഷാഹിദ് കപൂർ എന്നുള്ള എഴുത്തുകാരൻ അല്ലെങ്കിൽ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പേര് കണ്ടിട്ടാണ്. അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്ത പോലെ അതിശക്തമായ ഒരു പോലീസ് സ്റ്റോറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ റിയാലിറ്റിയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലേക്ക് പോലീസുകാരെ എങ്ങനെയാണ് ഇടപെടുന്നത്, പിന്നെ അവരുടെ ഒരു പേഴ്സണൽ ലൈഫ്, അവരുടെ ഈ പ്രൊഫഷണൽ ലൈഫ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അത് കഴിഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ വന്നു വയ്ക്കുന്നത്. പിന്നെ അവസാനത്തെ ഒരു ജീവിതത്തിൽ ഭയങ്കര ഇമോഷണലായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അങ്ങനെ സിനിമാറ്റിക്കോടൊന്നും ഇല്ലാതെ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമ. പിന്നെ എടുത്തു പറയേണ്ടത് ദിലീഷ് പോത്തൻ്റെ ഗംഭീരമായ പെർഫോമൻസാണ്. അദ്ദേഹം ഒരു ഡയറക്ടർ ദിലീഷ് പോത്തൻ ബ്രില്യൻസി എന്ന് മാറിയ ഒരു ആക്ടിങ്ങിന് ദിലീഷ് പോത്തൻ ബ്രില്യൻസി ഇപ്പോൾ നമ്മൾ പല സിനിമകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ അത് വളരെ എവിഡൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗംഭീര റോഷൻ്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ ജസ്റ്റ് ജോയിൻ ആയിട്ടുള്ള ഒരു ഫ്രഷറായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ ആ ഒരു